ഒരു മതകലാലയത്തിൽ പഠിച്ചു വളർന്ന വിദ്യാർത്ഥി സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടാൻ തുണയായി കാസർകോട്ടെ കുണിയ IAS അക്കാദമി. ചെമ്മാട് ദാറുൽ ഹുദ വിദ്യാർത്ഥി അഷ്മിൽ ഷാ ഹുദവി സിവിൽ സർവീസ് പരീക്ഷയിൽ 382 റാങ്ക് നേടുമ്പോൾ കുണിയ അക്കാദമിക്കും അഭിമാന നിമിഷമാണ്. ഫോറിൻ സർവീസ് തിരഞ്ഞെടുക്കാനാണ് അഷ്മലിന്റെ ആഗ്രഹം. മതകലാലയത്തിൽ നിന്നും ബിരുദം, കാസർഗോഡ് കുണിയ ഗ്രാമത്തിലെ തുടക്കക്കാരായ IAS അക്കാദമിയിൽ സിവിൽ സർവീസ് പഠനം. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 382 റാങ്ക് നേടിയ അഷ്മിൽ ഷാ ഹുദവിയുടെ യാത്ര അത്ര പരിചിതമല്ലാത്ത വഴികളിലൂടെയായിരുന്നു. രണ്ടാമത്തെ ശ്രമത്തിൽ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തെന്ന് അറിയുമ്പോഴത്തെ അഷ്മിലിന്റെ അനുഭവം ഇങ്ങനെ. വലിയ സന്തോഷം. റിസൾട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആ ഒരു മൊമെന്റിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരഞ്ഞു പോണ ഒരു മൊമെന്റ് ആണ്. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അന്ന് റിസൾട്ട് വരുന്ന ഒരു ഐഡിയ കിട്ടിയപ്പോൾ ആരും കാണാത്ത ഒരു ഒഴിഞ്ഞൊരു ലൈബ്രറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ മൊമെന്റ് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തന്നെയാണ് ഞാൻ ആ ടൈം ആസ്വദിച്ചത്. കുണിയിലെ പഠനകാലം നൽകിയത് വലിയ കരുത്ത്. ഇപ്പോൾ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിൽ അന്ന് കുനിയെന്നാണ് നമ്മൾ UPSCന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിലും ഒരു ക്ലിയർ ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് UPSC പഠിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റഡി അന്തരീക്ഷം എന്നുള്ളത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ UPSCക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യ സിവിൽ സർവീസുകാരനെ കുറിച്ച് അധ്യാപകർക്ക് അഭിമാനം മാത്രം. അഷ്മിലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിവോട്ടഡ് ആയി വളരെ വളരെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു ആസ്പിറന്റ് ആയിരുന്നു. സോ അഷ്മിലിട്ട എഫേർട്ട്, അഷ്മിലിട്ട ആ ഡിസിപ്ലിനാണ് അഷ്മിലിന്റെ റിസൾട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും ഒരുപാട് പേർക്ക് പിന്തുണയുമായി പൂർണ്ണമായി സൗജന്യമായ പരിശീലനം നൽകുന്ന ഈ സ്ഥാപനം ഉണ്ടാകുമെന്ന് കുണിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉറപ്പ്. കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്ന് പറഞ്ഞ ചെറു ഗ്രാമത്തിൽ 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ്. ഇന്ന് അക്കാഡമിയിൽ ഏകദേശം 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സൗജന്യമായി റെസിഡൻഷ്യൽ സിവിൽ സർവീസ് കോച്ചിങ് നേടുന്നുണ്ട്. സോ അങ്ങനെ ഒരു അക്കാഡമിയിൽ നിന്ന് അഷ്മിലിന്റെ ഈ വിജയം സത്യത്തിൽ വളരെ വലിയൊരു നേട്ടമാണ്. പ്രവർത്തനം തുടങ്ങി 3 വർഷം മാത്രമായ കുണിയ അക്കാദമിയിൽ നിന്ന് ഈ വർഷം 18 പേർ പ്രിലിംസ് പാസ്സായി. 4 പേർ അന്തിമ അഭിമുഖം വരെ എത്തി. കുണിയ ഇബ്രാഹിം ഹാജി എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അഹമ്മദ് അലിയാണ് ഉത്തര കേരളത്തിലെ ഈ വിദ്യാഭ്യാസ സംരംഭത്തിന്റെ ശില്പി. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കാസർഗോഡ്.